നിരവധി അനവധിയായിട്ടുള്ള ചുമ്മാ ഡെയിലി കറണ്ട് അഫയേഴ്സ് ബൂസ്റ്റപ്പിന് വേണ്ടി എഴുതി വിടുന്ന സാധനങ്ങൾ ഒന്നും വാങ്ങിച്ച് പഠിക്കാതിരിക്കുക. മറിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ HST സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികളെ, നവംബർ മാസം 4-ാം തീയതി പരീക്ഷയാണ്. ആ പരീക്ഷ പടിവാതുക്കൽ എത്തി നിൽക്കുന്നു. നിരവധി അനവധി മാനസിക സംഘർഷപരമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നവംബർ 4-ന് തന്നെയാണ് പരീക്ഷ. നവംബർ 4-ന് പരീക്ഷ എന്ന് PSC ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം ആ യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് നാം ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വസ്തുത. യു ജസ്റ്റ് അക്സെപ്റ്റ് ദ റിയാലിറ്റി. ആ റിയാലിറ്റി, ആ യാഥാർത്ഥ്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇനിയുള്ള കുറച്ച് സമയങ്ങളിൽ നിങ്ങൾ എന്താണ് കൃത്യമായും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ HST സോഷ്യൽ സയൻസ്. എന്താണ് ചെയ്യേണ്ടത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു ലൈവുമായി വന്നിരുന്നു. ആ ലൈവ് കേരളത്തിൽ ഏകദേശം 10,000-ലധികം HST സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾ കണ്ടു കഴിഞ്ഞു. കാണാത്തവരുണ്ട് എങ്കിൽ ഉറപ്പായും അതിനകത്ത് പ്രതിപാദിക്കുന്ന ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾ എടുക്കുക. ആ ബ്ലൂ പ്രിന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം പഠിച്ചു തീർക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം ടേബിൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ HST സോഷ്യൽ സയൻസിന് ചോദിക്കുന്ന 80% ചോദ്യങ്ങൾ വരുന്ന ഉറപ്പായിട്ടുമുള്ള മേഖലകളാണ് ആ ബ്ലൂ പ്രിന്റിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി PSC മുന്നോട്ട് വെക്കുന്ന സമീപനത്തിൽ നിന്നും ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത മേഖലകൾ കൂടിയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ബ്ലൂ പ്രിന്റ് മുഴുവനും നിങ്ങൾ പഠിക്കുക. ബ്ലൂ പ്രിന്റിനെ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. സെർച്ച് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ വീഡിയോ കാണാം. ആ ബ്ലൂ പ്രിന്റ് കൃത്യമായും നിങ്ങൾ പഠിക്കുക. 2, മോക്ക് ടെസ്റ്റുകളും മുൻ പേപ്പറുകളും ഉപയോഗിച്ച് പരിശീലിക്കുക. ഈ അടുത്ത സമയത്ത് തന്നെ 3 HST സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ 2022-ന് ശേഷം നടന്നു. ഒന്ന് NCA എക്സാമിനേഷൻ, ഒന്ന് കന്നഡ മീഡിയം, മറ്റൊന്ന് മലയാളം മീഡിയം. കന്നഡ മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത നിരവധി PDF-കൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ആ ചോദ്യങ്ങൾ കൃത്യമായും നിങ്ങൾ ചെയ്യണം. അതിനകത്ത് നിരവധി മിസ്റ്റേക്കുകൾ ഉണ്ട്. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണം. കൃത്യമായ രീതിയിൽ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം? പരിശീലിച്ചിരിക്കണം. നിങ്ങളുടെ ശക്തിയും ബലഹീനതയും കണ്ടെത്തുക. ചിലർക്ക് എക്കണോമിക്സ് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ജോഗ്രഫിയാണ് ബുദ്ധിമുട്ട്. സോ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലായി കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്പം കടുപ്പമേറിയതും കൃത്യമായ രീതിയിൽ ഉറപ്പായും ചോദ്യം ചോദിക്കാൻ കഴിയുന്ന മേഖലകളുമായിട്ടുള്ള മേഖലകളുണ്ട്. അതിനെ ഒഴിവാക്കാതെ നിങ്ങൾ അതിനെ സമഗ്രമായ രീതിയിൽ പഠിക്കാൻ, അടിസ്ഥാനപരമായ വസ്തുതകൾ പഠിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി നിങ്ങൾ കൃത്യമായും ഇനി അതിനു വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കണം. ഇനിയും അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ബാലികേറ മലയാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാകുന്ന, എന്നാൽ പഠിക്കാൻ സമയം കിട്ടുന്ന ഭാഗങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു തീർക്കണം. നിങ്ങൾ ഉറപ്പായും പഠിക്കുകയും ചെയ്യണം. ഇനി 4, എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള സമീപനം ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിക്കുക. നിങ്ങൾ ഇവിടെ നോക്കുക, ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്, ഇതൊരു സൈക്കോളജിക്കൽ ടിപ്പാണ്. അതായത് നിങ്ങൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്, നിങ്ങൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? സമഗ്രമായ രീതിയിൽ പഠനം, സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രകടനത്തിൽ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പഠിത്തത്തിൽ മാത്രമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, റിസൾട്ട് എന്റെ കയ്യിലല്ല, റിസൾട്ട് ഞാനുമായി ബന്ധമുണ്ട്. പക്ഷേ ആ റിസൾട്ട് എന്താണ്, ഏതാണെന്ന് എനിക്ക് ഇപ്പോഴേ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് ടെൻഷൻ അടിച്ച് എന്റെ BP കൂട്ടി, അതുപോലെ തന്നെ എന്റെ തളർച്ച കൂട്ടി, അതുപോലെ തന്നെ എനിക്ക് പഠിക്കാനുള്ള സമയങ്ങളെല്ലാം അങ്ങനെ പലതരത്തിലുള്ള വികലമായ ചിന്തകൾ കാരണം നഷ്ടപ്പെട്ടു പോകുമെന്ന് പൂർണ്ണമായും മനസ്സിലായിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് പോവുക. റിസൾട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശക്തമായ രീതിയിൽ പഠിക്കുക മാത്രമാണ്, പ്രവർത്തിക്കുക മാത്രമാണ് എന്ന പൂർണ്ണ ബോധം ഓരോരുത്തരിലും ഉണ്ടായിരിക്കുക. 5, ഊർജം നഷ്ടപ്പെടുത്തുന്നവരിൽ നിന്നും, ഊർജം നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു മാറുക. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നവരെ നിങ്ങൾക്കറിയാം, നിങ്ങളെ കുത്തി നോവിക്കാൻ വരുന്നവരെ നിങ്ങൾക്കറിയാം, നിങ്ങളെ കളിയാക്കലുകളും പരിഹാസവും കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾക്കറിയാം. അവരുമായി നിങ്ങൾ മിണ്ടാതിരിക്കുക, അവരോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അവരുള്ളിടങ്ങളിൽ നിങ്ങൾ ഒഴിഞ്ഞു പോവുക, നിങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോവുക. അവരോട് ഫൈറ്റ് ചെയ്യാനോ തിരിച്ച് മറുപടി പറയാനോ നിന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ ആഘാതം. ഈ സമയം
നിങ്ങൾക്ക് മാത്രം വിലപ്പെട്ടതാണ്. അതിന്റെ ആഘാതം നിങ്ങളിൽ തന്നെ ഏറ്റവും ആധികാരികമായി പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരെ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന വസ്തുതകൾ. ഇപ്പോ സാധാരണഗതിയിൽ ഈ പരീക്ഷ സമയത്തൊക്കെ കുട്ടികളോട് ഒരു കോൺവെർസേഷൻ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരും. സോ അതൊക്കെ കേട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചെങ്കിൽ ഇല്ലാതായി പോവും. കുറ്റവും കുറവും ഇനി ആരും പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ആര് എന്ത് പറഞ്ഞാലും ഇനി നിങ്ങളുടെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കാൻ കിട്ടുന്ന സമയം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും അനാവശ്യമായി സംസാരിക്കാൻ വരുന്നവരുമായിട്ടും ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അവരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ കേട്ടുകൊണ്ട് നിരാശരാകാതിരിക്കാൻ കൃത്യമായും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. 6 പഠിച്ചാൽ തീരില്ല എന്ന് ഉറപ്പുള്ള മേഖലകൾ ഒഴിവാക്കുക. പഠിച്ചാൽ തീരില്ല, അത് കഠിനമെന്നല്ല പറയുന്നത്, പഠിച്ചാൽ തീരില്ല. അതിൽ നിന്ന് ഒരു മാർക്കേ കിട്ടൂ, പക്ഷേ ഒരു വർഷം പഠിക്കേണ്ടി വരും അത് തീർന്നാൽ. അങ്ങനെയുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് ഒഴിവാക്കി വിടുക. സ്റ്റാൻഡേർഡ് സ്റ്റഡി മെറ്റീരിയലും പുസ്തകങ്ങളും ഉപയോഗിക്കുക. ചുമ്മാ ചവറ് നോട്ടുകൾ എടുത്ത് വെച്ച് പഠിക്കാതിരിക്കുക. ഉദാഹരണത്തിന് കേരള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് SCRTയും ശ്രീധരൻ സാറിന്റെ പുസ്തകവുമാണ്. അതുപോലെ തന്നെ NCERT വെച്ച് നമുക്ക് ചലഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ്, ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് പഠിക്കുക. ചുമ്മാ കുറെ പോസ്റ്ററിൽ കാണുന്ന അങ്ങും ഇങ്ങും ഒരു ബന്ധവുമില്ലാത്ത അനവധിയായിട്ടുള്ള ചുമ്മാ ഡെയിലി കറണ്ട് അഫേഴ്സ് ബൂസ്റ്റപ്പിന് വേണ്ടി എഴുതി വിടുന്ന സാധനങ്ങൾ ഒന്നും വാങ്ങിച്ച് പഠിക്കാതിരിക്കുക. മറിച്ച് നിങ്ങൾക്ക് ഒതന്റിക് ആയിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന വസ്തുതകളും ഫാക്റ്റുകളുമുള്ള മെറ്റീരിയലുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. 8 വീണ്ടും വായിക്കുന്നതിലൂടെയല്ല, ഓർമ്മിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ആശയങ്ങൾ ഉറപ്പിക്കുന്നത്. ജസ്റ്റ് വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. ചുമ്മാ കണ്ണോടിച്ച് വായിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ കോഗ്നിറ്റീവ് സ്കീമയിലേക്ക് ഇത് അസ്യൂം ചെയ്ത് ഇത് അക്കോമഡേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, ഇത് അവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇടവേളകളിൽ ഓർക്കുക. ചുമ്മാ വായിച്ചത് കൊണ്ട് കാര്യമില്ല. 9 ചോദ്യകർത്താവിന്റെ ചിന്തകളായിരിക്കില്ല പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നെങ്കിൽ അതിന്റെ ഉത്തരം എനിക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ എന്റെ മാനസികാവസ്ഥയിലാണ്, പക്ഷെ അതൊരു ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥയിലല്ല. അപ്പൊ സ്വാഭാവികമായും വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, ഏത് തരത്തിലും ചോദ്യങ്ങൾ വരാം. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചോദ്യകർത്താവിന്റെ യുക്തിക്കനുസരിച്ചാണ് ചോദ്യകർത്താവ് ചോദ്യം ഇടുന്നത്. ഉദ്യോഗാർത്ഥിയുടെ യുക്തിക്കനുസരിച്ചാണോ? ഉദ്യോഗാർത്ഥിക്ക് യുക്തിപരമായി ചിന്തിച്ചാൽ ഉത്തരം ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കാം ചിലപ്പോൾ ചോദ്യകർത്താവിന്റെ യുക്തിക്കനുസരിച്ച് ചോദ്യങ്ങൾ ഇടുന്നത്. അപ്പോൾ ചോദ്യകർത്താവിന് വിട്ടേക്കുക. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചോദ്യകർത്താവിന് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു മനുഷ്യനും അറിയാത്ത, ആർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് വസ്തുതാപരമായി പഠിച്ചുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ചോദ്യകർത്താവ് ഒരുപക്ഷെ ഇതിനു വേണ്ടി മാത്രം ഇപ്പോൾ സമയം കണ്ടെത്തുന്ന ആളാണ്. അവർ ഒരുപാട് ഏജ്ഡ് ആണ്, അവർ റിസോഴ്സ് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സബ്ജക്റ്റില് ആത്യന്തികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഫാക്ടുകളായിരിക്കും അവർ ചോദ്യങ്ങളായിട്ട് ഇടുന്നത്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉഗാണ്ടയുടെ അങ്ങേയറ്റത്ത് പുതുതായിട്ട് ഒരു ചെറിയ കുളം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അതിരുന്ന് കാണാൻ പഠിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. കാരണം അത് ചോദ്യകർത്താവിന് അറിയണമെന്നില്ല. അതുകൊണ്ട് ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് മെറ്റീരിയലിസ്റ്റിക് ആണ്, അത് സ്വാഭാവികമായിട്ടും ഫാക്ടുകളാണ്, ഫിഗേഴ്സ് ആണ്, കൺസെപ്റ്റുകളാണ്. ആ രീതിക്ക് പഠിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് തിരിച്ചടികളെ പരാജയങ്ങളല്ല മറിച്ച് അവസരങ്ങളായി കാണുന്ന വളർച്ചാ മനോഭാവം നിലനിർത്തുന്നത് നിർണായകമാണ്. തോറ്റാലും ഞാൻ വീണ്ടും പൊരുതും, ഇതല്ലെങ്കിൽ മറ്റൊന്ന് എനിക്ക് ലഭിക്കും. പക്ഷേ ഞാൻ കൃത്യമായ രീതിയിൽ തോറ്റ് വീഴുന്നതിന് മുമ്പ്, എന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പരിപൂർണമായും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നൊരു നിശ്ചയദാർഢ്യം. തിരിച്ചടികൾ ഉണ്ടായാൽ, പരാജയങ്ങൾ ഉണ്ടായാൽ അതൊക്കെ എന്റെ വിജയത്തിന് മുന്നോടിയായിട്ടുള്ള അവസരങ്ങളാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ബോധവാനായി മുന്നോട്ട് പോകുന്ന ഓരോരുത്തരുമായിരിക്കണം HSC സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾ. നിങ്ങൾ അങ്ങനെയാണ്. ഈ 10 ആശയങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. All the very best. Let me meet again.